എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ആധാർ കാർഡിന്റെ പുതിയ അപ്ഡേഷനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ്. എല്ലാവർക്കും അറിയാം, ആധാർ കാർഡ് 10 വർഷം കൂടുമ്പോൾ പുതുക്കുന്ന ഒരു രീതി ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ആധാർ കാർഡ് എല്ലാവരും 10 വർഷത്തിന് ശേഷമുള്ള എല്ലാവരും അത് പുതുക്കണം. പുതിയ ഡോക്യുമെന്റ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടാണ് അത് പുതുക്കേണ്ടത്. അത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നിലവിൽ കുറച്ച് മാസങ്ങളായിട്ട് ഇത് നടന്നു വരുന്നുണ്ട്. എന്നിരുന്നാൽ ഈ അപ്ഡേഷൻ നിലവിൽ ID കാർഡായിട്ട് ഏതെങ്കിലും ഒരു പ്രൂഫും അഡ്രസ് പ്രൂഫായിട്ട് മറ്റൊരു പ്രൂഫാണ് ഇവിടെ നൽകേണ്ടത്. എന്നിരുന്നാൽ പലരും ഇപ്പോഴും അത് അപ്ഡേറ്റ് ചെയ്യാതെ ഇരിക്കുന്നുണ്ട്. ഇത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ കുറച്ചു കാലം മുന്നേ നമ്മൾ പാൻ കാർഡും ആധാർ കാർഡും ലിങ്ക് ചെയ്യുന്ന ഒരു സംവിധാനം വന്നിരുന്നു. കുറെ നാളുകള് പാൻ കാർഡിന്റെ അതോറിറ്റി ആധാർ കാർഡ് പാൻ കാർഡുമായി ലിങ്ക് ചെയ്യാൻ നിർദ്ദേശിച്ചുകൊണ്ട് നിരന്തരം നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. ഓരോ ഡേറ്റ് കൊടുത്ത് ആധാർ കാർഡും പാൻ കാർഡും ലിങ്ക് ചെയ്യിക്കാൻ വേണ്ടി പല തവണകളിലായി പല പ്രാവശ്യം ഡേറ്റ് നീട്ടിക്കൊടുത്ത് പിന്നീട് വീണ്ടും ഇനിയും ചെയ്യാത്ത ഒരുപാട് ആളുകൾ നിലവിലുണ്ട് എന്നറിഞ്ഞത് കൊണ്ട് തന്നെ പാൻ കാർഡും ആധാർ കാർഡും ലിങ്ക് ചെയ്യുന്നതിന് അത് ഒരു 500 രൂപ ഫൈനോട് കൂടി ലിങ്ക് ചെയ്യുന്ന ഒരു സംവിധാനം വരികയും വീണ്ടും എന്നിട്ട് പോലും ജനങ്ങൾ അത് ലിങ്ക് ചെയ്യാതിരിക്കുകയും ചെയ്തപ്പോൾ വീണ്ടും വാണിംഗ് തന്നു. ഇനിയും ഫൈൻ വർദ്ധിപ്പിക്കുമെന്നും അത് ഇരട്ടിയാക്കുമെന്നൊക്കെ നമ്മുടെ നിർദ്ദേശം തന്നു. എന്നിട്ടും പലരും അത് കണ്ടില്ല എന്ന് നടിച്ച് ലിങ്ക് ചെയ്യാതെ ഇരുന്നതിന്റെ അടിസ്ഥാനത്തില് അത് 1000 രൂപ ഫൈനാക്കി മാറ്റുകയും അത് വീണ്ടും 1000 രൂപ ഫൈനാക്കി 1 വർഷത്തോളം നീണ്ടു നിൽക്കുകയും ഇനിയും ലിങ്ക് ചെയ്യാത്തവർക്ക് പാൻ കാർഡ് ഡിസ്കണക്ട് ചെയ്യും എന്നുള്ള നിർദ്ദേശവും ലഭിച്ചു. എന്നിട്ട് പോലും ഒരു ഡേറ്റ് കൊടുത്ത് ആ ഡേറ്റിനുള്ളിൽ 1000 രൂപ ഫൈനോട് കൂടി ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ പാൻ കാർഡ് നിർജീവമാവും എന്ന് പോലും നിർദ്ദേശങ്ങൾ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി പോലും പലരും വീണ്ടും ലിങ്ക് ചെയ്യാതെ നടന്നു. ഇപ്പോ പാൻ കാർഡ് ലിങ്ക് ചെയ്യാത്തവരെ പാൻ കാർഡുകൾ മൊത്തം നിർജീവമാക്കിയിരിക്കുകയാണ്. എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോഴാണ് ബാങ്കിലോ മറ്റോ ലോണിനോ മറ്റേതെങ്കിലും ആവശ്യത്തിന് വണ്ടി സംബന്ധമായോ 50,000 രൂപയുടെ മുകളിലുള്ള എന്ത് ഇടപാടുകൾക്കും സാമ്പത്തികമായ കൊടുക്കൽ വാങ്ങൽ ഏത് തരത്തിലുള്ള ഇടപാടുകൾക്കോ മറ്റോ എന്തെങ്കിലും ഇൻഷുറൻസോ മറ്റോ ഏത് വിധേനയും എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ബാങ്കുമായോ മറ്റു എന്തെങ്കിലും കമ്പനിയുമായോ സമീപിക്കുമ്പോൾ പാൻ കാർഡ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പാൻ കാർഡ് കൊടുക്കുമ്പോൾ അവിടെ പാൻ കാർഡ് ആക്സെപ്റ്റ് ആവാതെ വരികയും അത് ഇൻവാലിഡ് പാൻ കാർഡായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോ ആ സമയത്താണ് എല്ലാവരും അത് ലിങ്ക് ചെയ്യാൻ അത് ഓടി നടക്കുന്നത്. പിന്നീട് ലിങ്ക് ചെയ്യാൻ ഫൈനോട് കൂടി ലിങ്ക് ചെയ്തതിന് ശേഷം മാത്രമേ അത് ആക്റ്റീവ് ആവുകയുള്ളൂ. ആ ആക്റ്റീവ് ആവാന് 48 മണിക്കൂർ അത് ലിങ്ക് ആവാനുള്ള ഒരു ടൈം പീരീഡ് വരുന്നുണ്ട്. മിനിമം 48 മണിക്കൂറാണ്. മാക്സിമം ഒരാഴ്ച വരെ പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഇനിയും ലിങ്ക് ചെയ്യാത്തവര് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ലിങ്ക് ചെയ്യണം. ഞാനിത് ഇവിടെ പറയാനുള്ള കാരണം, നമ്മള് ഇപ്പോ ഈ ഒരു സാഹചര്യത്തിലാണ്, ഈ ഒരു രീതിയിലാണ് ഈ 10 വർഷത്തിന് മുമ്പുള്ള ആധാർ കാർഡ് പുതുക്കണം എന്ന് നിർദ്ദേശിക്കുന്നത്. ഇപ്പോൾ വെബ്സൈറ്റിലൊക്കെ നിരന്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഫീസ് ഇല്ലാതെ നിങ്ങൾക്ക് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാനുള്ള അവസാന തീയതി സെപ്റ്റംബറിലെ ഡേറ്റ് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഡിസംബറിലെ ഒരു ഡേറ്റ് പറഞ്ഞു. അതും ഡിസംബറിലെ ഡേറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇപ്പൊ മാർച്ച് 14 വരെ ഫൈനില്ലാതെ ഈ പ്രോസസ്സ് തുടരുകയാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനി അടുത്ത ഘട്ടം വരെ കാത്തു നിൽക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ആധാർ പുതുക്കാത്തവര് എത്രയും പെട്ടെന്ന് പുതുക്കുക. ഇനിയൊരു ഫൈനോട് കൂടിയായിരിക്കും ചിലപ്പോൾ അടുത്ത ഡേറ്റില് ഇനി പുതുക്കാനുള്ള അവസരം ഉണ്ടാവുക, പാൻ കാർഡ് ഉള്ളതുപോലെ തന്നെ. അപ്പൊ അതുകൊണ്ട് ഇനി ആ ഒരു അവസ്ഥയിലേക്ക് നിൽക്കാതെ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ അത് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 പ്രൂഫാണ് വേണ്ടത്. ഒരു ID പ്രൂഫും ഒരു അഡ്രസ് പ്രൂഫുമാണ്. അതിലെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ് എല്ലാം സെയിം ആയിരിക്കണം. സ്പെല്ലിംഗ് കറക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് എല്ലാവരും അത് ആധാർ കാർഡ് പുതുക്കാനുള്ള കാര്യങ്ങൾ നോക്കണം. നമുക്ക് സ്വന്തമായി തന്നെ നമുക്ക് മൊബൈലിലൂടെ തന്നെ പുതുക്കാൻ കഴിയുന്നതാണ്. വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ്. ആധാർ കാർഡിന്റെ സൈറ്റിൽ കയറിയിട്ട് ചെയ്യാവുന്നത്. കൂടാതെ നമുക്ക് അഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി അതിൽ അവൈലബിൾ ആണ്. അപ്പോ മറ്റൊരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് നമുക്ക് സ്വന്തമായിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മൊബൈലും ആധാർ കാർഡും തമ്മിൽ ലിങ്ക് ആയി ഇരിക്കണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് ഈ പ്രോസസ്സ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ ആധാർ കാർഡും മൊബൈൽ നമ്പറും ലിങ്ക് ആയിരിക്കണം. ലിങ്ക് അല്ല എങ്കിൽ ഏതെങ്കിലും അടുത്ത ആധാർ സെന്ററിലോ അക്ഷയയിലോ പോയി മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യിപ്പിക്കേണ്ടതുണ്ട്. ലിങ്ക് ആവാൻ ചിലപ്പോ 3 ദിവസം എടുത്തേക്കാം. അതിനുശേഷം മാത്രമേ നമുക്ക് ആധാർ അപ്ഡേഷൻ ചെയ്യാൻ കഴിയുകയുള്ളൂ. ആധാറുമായി ബന്ധപ്പെട്ട് മറ്റൊരു സുപ്രധാന വിഷയം, ആധാർ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് രേഖയായിട്ട് ഒരിക്കലും ഇനി പരിഗണിക്കില്ല.
ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫായി ഇനി ബർത്ത് സർട്ടിഫിക്കറ്റോ പാസ്പോർട്ടോ അതല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റോ പാൻ കാർഡോ അതുപോലുള്ള രേഖകൾ മാത്രമാണ് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫായിട്ട് പരിഗണിക്കപ്പെടുക. ആധാർ കാർഡ് ഒരു കാരണവശാലും ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫായിട്ട് പരിഗണിക്കാൻ സാധിക്കില്ല. ഒരു പാസ്പോർട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും അപ്ലിക്കേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടോ ജോബ് സംബന്ധമായി എന്തെങ്കിലും അപ്ലിക്കേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടോ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന രേഖയായിട്ട് ഒരു കാരണവശാലും ആധാർ കാർഡ് നൽകാൻ സാധിക്കില്ല. അതിന് ബർത്ത് സർട്ടിഫിക്കറ്റോ അതിനോടനുബന്ധിച്ച മറ്റു രേഖകളോ മാത്രമാണ് ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഹാജരാക്കാൻ കഴിയുക. അതുപോലെ തന്നെ പൗരത്വം തെളിയിക്കുന്നതിനുള്ള രേഖയായിട്ട് ആധാർ കാർഡ് പരിഗണിക്കപ്പെടുകയില്ല. പൗരത്വം തെളിയിക്കുന്നതിനുള്ള രേഖയായിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് മാത്രമാണ് പൗരത്വ രേഖയായിട്ട് പരിഗണിക്കുക. ആധാർ കാർഡ് കേവലം ഒരു തിരിച്ചറിയൽ രേഖ മാത്രമാണ്. ആയതുകൊണ്ട് ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. ഇത്രയുമാണ് ആധാറുമായി ബന്ധപ്പെട്ട് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും എല്ലാവരും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞു വെക്കുന്നത്. ആധാർ കാർഡ് എങ്ങനെ പുതുക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് ഇവിടെ കാണിക്കാം. UIDAI.gov.in എന്ന വെബ്സൈറ്റിലേക്ക് പ്രവേശിച്ച് ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അപ്ഡേറ്റ് ആധാർ എന്ന ഓപ്ഷൻ ലഭിക്കും. അപ്ഡേറ്റ് ആധാർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡോക്യുമെന്റ് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പ്രവേശിക്കും. ഇവിടെ ലോഗിൻ എന്ന ഒരു ഓപ്ഷൻ കാണാം. ആ ലോഗിനിൽ ക്ലിക്ക് ചെയ്ത് ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്യാപ്ച എൻ്റർ ചെയ്ത് സെൻഡ് OTP ക്ലിക്ക് ചെയ്ത് ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് OTP വരികയും അത് എൻ്റർ ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലോഗിനിലേക്ക് പ്രവേശിക്കും. ഇവിടെ ലോഗിനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഓപ്ഷനുകൾ കാണാം. ഇവിടെ ഡോക്യുമെന്റ് അപ്ഡേറ്റ് ആണ് ആദ്യം. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് ഡൗൺലോഡ് ആധാർ ആണ്. നമ്മുടെ ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിനുള്ള ഓപ്ഷനാണ്. മൂന്നാമതായിട്ട് ഓർഡർ ആധാർ PVC കാർഡ്. നമുക്ക് ആധാർ കാർഡ് PVC രൂപത്തിൽ വരണമെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ പോയി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ PVC കാർഡായി പോസ്റ്റ് വഴിക്ക് വീട്ടിലേക്ക് വരും. അതിനുശേഷം ആധാർ കാർഡ് അഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ അഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് സീഡിംഗ് സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും. ബാങ്കും ആധാറും തമ്മിൽ ലിങ്ക് ആണോ എന്നുള്ളതിന്റെ സ്റ്റാറ്റസ് ഇവിടെ നോക്കിയാൽ അറിയാൻ കഴിയും. അതുപോലെ മറ്റുള്ള ഓപ്ഷനുകളും അവൈലബിൾ ആണ്. പ്രധാനപ്പെട്ട ഓപ്ഷനുകളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നത്. നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഡോക്യുമെന്റ് അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഡോക്യുമെന്റ് അപ്ഡേറ്റിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ അതിന്റെ ഒരു ചെറു വിശദീകരണം അവിടെ കൊടുത്തിട്ടുണ്ട്. ഡോക്യുമെന്റ് ഏത് രൂപത്തിലുള്ളതൊക്കെ വേണമെന്നും ലാസ്റ്റ് ഡേറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നു. അതിനുശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് കൊടുക്കുക. ഇതിന് നമുക്ക് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് അവർ പറയുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് നെയിം അഡ്രസ്സ് എല്ലാം മാച്ച് ആയിരിക്കണം എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ ആണ് ഇവിടെ നൽകുന്നത്. അതിനുശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, അഡ്രസ് മുതലായവ കാണിക്കുന്നുണ്ട്. അത് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നു. ഇവിടെയാണ് നമ്മുടെ ഡോക്യുമെന്റ് അപ്ഡേഷൻ വരുന്നത്. ഇതിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള സെയിം പേര്, സെയിം ഡേറ്റ് ഓഫ് ബർത്ത്, സെയിം ജെൻഡർ, സെയിം അഡ്രസ് ഉള്ള രണ്ട് പ്രൂഫുകളാണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. ആദ്യത്തെ POI ആണ്, പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി എന്നുള്ള ഡോക്യുമെന്റ്. ഇതിൽ ഫോട്ടോ പതിച്ച ഒരു തിരിച്ചറിയൽ രേഖയാണ് ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ഇവിടെ കാണുന്ന ഏതെങ്കിലും ഒരു ID സെലക്ട് ചെയ്ത് POA ആണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. POA എന്ന് പറഞ്ഞാൽ പ്രൂഫ് ഓഫ് അഡ്രസ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ പൂർത്തിയാവും. അതിനുശേഷം അതിന് താഴെ നമ്മുടെ അതിന്റെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കും. ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഇതേപോലെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴെ നമ്മുടെ ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കും. അത് കംപ്ലീറ്റഡ് എന്ന് കാണിക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയി, സക്സസ് ആയി എന്ന് കരുതാം. അതല്ല എന്തെങ്കിലും ഡോക്യുമെന്റ് മിസ്റ്റേക്കോ ഉണ്ടെങ്കിൽ അത് റിജക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും കറക്റ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇത്രയുമാണ് ആധാർ സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ആധാർ പുതുക്കാനുള്ള കാര്യങ്ങൾ നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിച്ചാൽ തീർച്ചയായും എത്രയും പെട്ടെന്ന് മറുപടി നൽകാൻ ശ്രമിക്കുന്നതാണ്. താങ്ക് യു.